മഴ ആയതുകൊണ്ട് പുറത്തുനിന്ന് വീഡിയോ കരുതിയായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മഴയാണ്, ക്യാമറ വെക്കാനൊന്നും സൗകര്യമില്ല മഴ ആയതുകൊണ്ടേ. രണ്ട് കാര്യങ്ങളാണ് ആളുകൾ ചോദിക്കുന്ന, ഒരുപാട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും വാട്സപ്പ് ചെയ്തിട്ടും ചോദിക്കുന്ന ഒരു കാര്യത്തിനുള്ള ആൻസറാണ് തരുന്നത് കേട്ടോ. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമർ മോട്ടോഴ്സ് ഗവർണർ. അപ്പോൾ പഴയ CI എഞ്ചിൻ എടുക്കണോ UC സ്റ്റാൻഡേർഡ് എടുക്കണോ എന്നുള്ള ചോദ്യം, സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറയുന്നത്. വേറെ വണ്ടിയൊന്നും ഞാൻ അതിൽ വിഷയമാക്കുന്നില്ല. അപ്പം CI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആളുകൾ സംശയമുണ്ട്, കാസ്റ്റ് ആൻഡ് ബ്ലോക്ക് വരുന്ന എഞ്ചിനാണ് CI എഞ്ചിൻ എന്ന് പറയുന്നത്. UC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ, ഗിയർ ബോക്സും ക്രാങ്ക് കേസും ഒക്കെ ഒന്നിച്ചായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനാണ് വന്നിട്ടുള്ള UC എഞ്ചിൻ ടിൻ സ്പാർക്ക് വന്നത്. CI എഞ്ചിനിൽ ഗിയർ ബോക്സ് തനിച്ചായിരുന്നു, ഗിയർ ബോക്സ് വേറെയാണ്, ക്രാങ്ക് കേസ് വേറെയാണ്. അതുകൊണ്ടാണ് UC എന്ന യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സും ക്രാങ്ക് കേസും കൂടെ ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനാണ് യൂണിറ്റ് കൺസീൽഡ് എഞ്ചിൻ എന്ന് പറഞ്ഞത്. ഒന്ന് രണ്ട് മാറ്റങ്ങൾ മാത്രമേ കാര്യമായിട്ട് അതിൽ വന്നിട്ടുള്ളൂ പഴയതുമായിട്ട്. ഒന്ന് ഹൈഡ്രോളിക് ടാപ്പറ്റ് വന്നു എന്നുള്ളതാണ്, ഓയിൽ ബേസ്ഡ് ടാപ്പറ്റ് വന്നു എന്നുള്ളതാണ്. ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റേ പഴയ മോഡൽ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വന്നു. ആ ഒരു കാര്യങ്ങളിലല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ വല്ലാതെ മാറ്റങ്ങളൊന്നും വന്നില്ല. പിന്നെ കാസ്റ്റ് ആൻഡ് ബ്ലോക്ക് പോയി കംപ്ലീറ്റ് അലൂമിനിയം ആയി എന്നുള്ളൂ ഒരു മാറ്റമാണ്. അപ്പോൾ ഈ ഒരു കാര്യം G2 ക്രാങ്ക് വെയിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. G2 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 1970 തോന്നുന്നു 66 വരെയാണ് G2 എഞ്ചിൻ കംപ്ലീറ്റ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട്, ക്രാങ്ക് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു റോയൽ എൻഫീൽഡ്. അതിനാണ് G2 1970 വരെ റെഡിഷ് കമ്പനി പൂർണ്ണമായിട്ടും 1968 മറ്റാന്ന് തോന്നുന്നു എനിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. കറക്റ്റ് ഓർമ്മ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കംപ്ലീറ്റ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ 1970 വരെ ഈ G2 എഞ്ചിൻ ഉണ്ടായിരുന്നു. അപ്പോൾ 1970 അവസാനത്തോട് 1971 റോയൽ എൻഫീൽഡ് B1 എന്ന കാറ്റഗറിയിൽ G2 എഞ്ചിൻ ഇന്ത്യയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് G2 എന്നായിരിക്കില്ല, വണ്ടിൻ്റെ മുകളിൽ B1 എന്നായിരിക്കും ഉണ്ടാവുക. കംപ്ലീറ്റ് G2 എഞ്ചിൻ തന്നെയാണത്. അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുകയും അങ്ങനെ കംപ്ലീറ്റ് 1976 വരെ ഈ ഒരു പ്രൊഡക്ഷൻ B1 എഞ്ചിൻ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് 1976 റോയൽ എൻഫീൽഡ് കംപ്ലീറ്റ്ലി ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ മാറ്റിയത്. അതുവരെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടായിരുന്നു റോയൽ എൻഫീൽഡ് അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1970 മുന്നേ ഉള്ള വണ്ടി G2ഉം 1970 ശേഷം വരുന്ന വണ്ടികൾ B1 കാറ്റഗറിയിലാണ് വരിക. രണ്ടും G2 ആണ്, ഹെവി ക്രാങ്ക് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ, ക്രാങ്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്നുള്ള ആളുകൾ സാറിന് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. നമ്മളിപ്പോൾ ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ മറ്റേ ക്രാങ്ക് വെയിറ്റ് കൊണ്ട് എന്താ കാര്യം എന്നുള്ള, അടിക്കടില്ല ഗിയർ ഷിഫ്റ്റിംഗ് ആവശ്യം വരില്ല എന്നുള്ളതാണ്. അപാര ലോ ആൻഡ് ടോർക്കായിരിക്കും. അതായത് ലോ RPMൽ കൂടുതൽ പിക്കപ്പ് തരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കുറഞ്ഞ സ്പീഡിൽ വണ്ടിക്ക് കൂടുതൽ വലിവ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്താ, ടോപ്പ് ഗിയറിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ അടിക്കടിയുള്ള ഗിയർ ചേഞ്ചിങ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ 1976 വരെ ഹെവി ക്രാങ്ക് വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം റോയൽ എൻഫീൽഡ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ജപ്പാനീസ് വണ്ടികളുടെ കടന്നുകയറ്റം തന്നെയാണ് പിന്നെ മാർക്കറ്റിലേക്ക്, അതായത് ഹൈ സ്പീഡ് വണ്ടികൾക്ക് വല്ലാതെ ആളുകളിലേക്ക് പോകാൻ തുടങ്ങിയോടുകൂടി അവർ ക്രാങ്ക് വെയിറ്റ് കുറച്ച് ഇറക്കി വണ്ടി. ഇപ്പോൾ ക്രാങ്ക് വെയിറ്റ് കുറച്ചിട്ട് ഒരുപാട് വണ്ടികൾ, സ്കൂട്ടർ വരെ റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുണ്ട്. എൻഫീൽഡ് ബ്രാൻഡ് ഒരുപാട് പിന്നെ മോപ്പഡ്, സ്കൂട്ടർ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ലൂണ മാതിരിയുള്ള വണ്ടികളൊക്കെ റോയൽ എൻഫീൽഡ് ഇറക്കിയിരുന്നു ആ കാലത്ത്. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ജപ്പാനീസ് ബ്രാൻഡുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർ ക്രാങ്ക് വെയിറ്റ് കുറച്ച് വണ്ടി ഇറക്കുകയും അങ്ങനെ ഒരുപാട് കാലത്ത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വലിയ G2 എഞ്ചിൻ്റെ പെർഫോമൻസ് കിട്ടാതിരിക്കുകയും അതിൻ്റെ ഉപഭോക്താക്കൾ നിർബന്ധമായി, അതായത് അതിനെ പൈചാരാൻ തുടങ്ങുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് പിന്നെയും ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് വണ്ടി ഇറക്കി. 2005 മുതൽ 2009 വരെ, 2010 ഫസ്റ്റ് വരെ ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വണ്ടി ക്രാങ്ക് വെയിറ്റ് കൂട്ടി ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എൻ്റെ അറിവാണെങ്കിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2005 മുതൽ 2009 വരെയുള്ള വണ്ടി ഹെവി ക്രാങ്ക് വണ്ടിയാണ്. എന്നാൽ ഹെവി ക്രാങ്ക് വണ്ടിയാണ്, അത്യാവശ്യം പെർഫോമൻസും ഉണ്ട്.
മറ്റേത് ലോ എൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അപാര ലോ എൻഡ് ടോർക്കാണ്. അതായത് ചെറിയ RPM വണ്ടിക്ക് വലിച്ചു പോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അടിക്കടി ഗിയറിംഗ് ഷിഫ്റ്റിംഗ് ആവശ്യമുണ്ടാവില്ല. എക്സോസ് നോട്ട് ആസ്വാദകമായ എക്സോസ് നോട്ടായിരിക്കും. അപ്പോൾ ആ വണ്ടികളൊക്കെ വളരെ റയറായിട്ട് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഉള്ള വണ്ടി തന്നെ വർക്കെടുത്ത് മിക്കവാറും ത്രെഡും പിരിയും കാര്യങ്ങളും എല്ലാം പോയി ഒരു പരിധി ആയിട്ടുണ്ടാവും വണ്ടി. അപ്പം വണ്ടി മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള, ക്ലച്ചിൻ്റെ കാര്യങ്ങൾ, ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടോ, ക്ലച്ചിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഓടിച്ചൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കാരണം വണ്ടി പിന്നെ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ പല വർക്ക്ഷോപ്പുകളും കയറ്റിയാണ്. ബുള്ളറ്റ് വർക്ക്ഷോപ്പ് എന്ന് ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ടല്ലോ. പല വർക്ക്ഷോപ്പുകളും കയറ്റിയിട്ട് പല ആളുകൾ പഠിച്ച വണ്ടികൾ വരെ ഉണ്ടാവും. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് പഴയ വണ്ടിയിലൊക്കെ വർക്കെടുത്ത് പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ അതൊന്ന് ശരിയായ രീതിയിൽ നമുക്ക് ആ ഒരു ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂജൻ വണ്ടികളിൽ നമ്മൾ കളിക്കുന്ന ആളുകൾ ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പിൽ ബോർഡും വെച്ച് നിൽക്കുന്ന ആളുകളുടെ ഒരിക്കലും അത് കൊടുക്കാൻ നിൽക്കുക. നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെന്നെങ്കിൽ പരമ്പരാഗതമായിട്ട് ആശാന്മാർ ഇപ്പോഴും ഉണ്ട്. കുറവാണെങ്കിലും കുറേ ആളുകൾക്ക് മരിച്ചുപോയി. അപ്പോൾ പുതിയ ആളുകൾക്കൊന്നും അത് എന്താണെന്ന് തന്നെ അറിയില്ല. അതിൻ്റെ ടെക്നോളജി അറിയാമെങ്കിലും കൂടി എങ്ങനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം GT വണ്ടിയിലുണ്ട്. അപ്പോൾ ആ പ്രോപ്പറായിട്ട് പെർഫോമൻസ് കിട്ടുക എന്നുള്ളത് അത് കറക്റ്റ് ആ ട്യൂണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് പുഷ് സെറ്റിങ്ങിൽ, ബാലൻസിങ്ങിൽ, പിന്നെ കെംബിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ, ടൈമിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, പോയിൻ്റ് ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്, കാർബറേറ്റർ ട്യൂണിങ്, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നാൽ തന്നെ നമുക്ക് G2 എന്ന ഒരു വണ്ടിയുടെ കറക്റ്റ് ഫ്ലോ ആയിട്ട് വൈബ്രേഷനിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണൊരു വസ്തുത. പിന്നെ ഈ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള വണ്ടി എന്ന് 2005, 2009 വരെയുള്ള കുറച്ച് മുന്നേ ഉണ്ട് ഈ ഒരു വണ്ടിക്ക് മാർക്കറ്റ് കേട്ടോ. UC വണ്ടി ഇറങ്ങിയ കാലഘട്ടം മുതലേ ആ ഒരു വണ്ടിക്ക് മാർക്കറ്റ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ വല്ലാതെ അയച്ചിട്ട് ഒന്ന് ഇറക്കുന്ന ഏകദേശം ഒരു പ്രാവശ്യമൊക്കെ എഞ്ചിൻ അയച്ച് കഴിക്കാൻ സാധ്യതയുള്ളൂ 2005 മുതലുള്ള വണ്ടി. മറ്റേ വണ്ടികൾ GT വണ്ടികൾ ഒരുപാട് പ്രാവശ്യം അയച്ച് പണിതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ലീക്ക് അടിക്കാനും അടിക്കടി ചെറിയ ദുശ്ശീലങ്ങൾ കാണിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേമാതിരി റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വയറിംഗ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് ഈ CI എൻജിൻ. മാത്രമല്ല ഒരു പരിധി വരെ ഒക്കെ ഒറിജിനൽ സ്പെയർ പാർട്സ് ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. പിന്നെ അതേമാതിരി നമുക്ക് UCയിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ കമ്പൾഷൻ പറഞ്ഞ UC എൻജിനാണ്. ആ UCയിലേക്ക് മാറുന്ന സമയത്ത് 2009, 2010 UC സ്റ്റാൻഡേർഡും അതുമായിട്ട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. അപ്പം ക്രാങ്ക് വെയിറ്റ് 10500 ക്രാങ്ക് വെയിറ്റ് സ്റ്റാൻഡേർഡിന് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഇറക്കിയ ഉടനെ തന്നെ ആളുകൾ അവർ സുഖമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒഴിവാക്കിയിരുന്നു. സ്റ്റാൻഡേർഡ് ശബ്ദമാണ്. ഹൈഡ്രോളിക് ടാപ്പറ്റ് വന്നപ്പം ഹൈഡ്രോളിക്കിൻ്റെ നോയ്സ് വല്ലാതെ ആളുകൾ ഇറിറ്റേറ്റ് ആയിട്ട് തുടങ്ങി. പിന്നെ അന്ന് ഒരുപാട് ഏബിൾ അല്ലാത്ത, അതായത് പിന്നെ ട്രെയിൻഡ് അല്ലാത്ത ഒരുപാട് മെക്കാനിക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് അയച്ച് പല അഭിപ്രായത്തിലും പല പുതിയ ടെക്നോളജിയായിട്ട് യാതൊരു പിന്നെ തിയറിക്കൽ നോളജ് ഇല്ലാത്ത ആളുകൾ പല രീതിയിൽ പണിയെടുത്ത് പല രീതിയിലൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ വണ്ടിൻ്റെ മുകളിൽ. അതൊരിക്കലും നമുക്ക് പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിൻ്റെ ശബ്ദത്തിൻ്റെ നോയ്സ് കുറക്കാൻ വേണ്ടി പല പരിപാടി. അപ്പോൾ ആ കാലഘട്ടത്ത് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഇതന്നെയായിരുന്നു ചർച്ച. പക്ഷെ ഒക്കെ അമ്പേ പരാജയപ്പെടാനുണ്ടായിട്ടുള്ളത്. അത് UC എൻജിൻ ആ ഒരു വണ്ടി ആ രീതിയിൽ തന്നെ കറക്റ്റ് രീതിയിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത അത്യാവശ്യം നല്ല വണ്ടി, നല്ല സൈലൻ്റാണ്. നല്ല സൈലൻറ്റ്, നല്ല ചെറിയൊരു നോയ്സ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അത് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി സൈലൻ്റ് ആക്കാൻ പറ്റും. പിന്നെ എക്സോസ് നോട്ട് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ വിഷയം. എക്സോസ് നോട്ട് ഇപ്പോൾ അടുത്ത കാലം വരെ വിഷയമല്ലായിരുന്നു. ആ എക്സോസ് നോട്ട് സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ അതൊരു പിന്നെ ആ ഒരു എക്സോസിൻ്റെ ഏകദേശം ഒരു കമ്പാരിറ്റീവ്ലി അത്ര ഒന്നും എത്തില്ലെങ്കിലും കൂടെ ആ ഒരു നോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഇറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ വണ്ടി റോയൽ എൻഫീൽഡിന് അപ്പോഴും പറയാറുണ്ട് 25,000 30,000 കിലോമീറ്റർ കൂടിയാലേ വണ്ടി ഫ്രീ ആവുള്ളൂ, ടാങ്ക് ഒന്ന് ഫ്രീ ആവുള്ളൂ. അത് ഫ്രീ ആയി കഴിഞ്ഞാൽ അത് വണ്ടി ഒഴുകാൻ തുടങ്ങുള്ളൂ. ആ ഒഴുക്ക് കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പഞ്ച് കിട്ടുള്ളൂ എന്നുള്ളതാണ്.
അപ്പോൾ എടുത്ത ആളുകളൊക്കെ തുടക്കത്തിൽ സുഖമല്ല, വണ്ടി ഓടിക്കാൻ സുഖമല്ല, പഴയതായിരുന്നു നല്ലത്. പഴയത് നല്ലതാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. പഴയ വണ്ടികളൊക്കെ ഓടി തയമ്പിച്ച വണ്ടി നമ്മൾ ഓടിക്കുമ്പം വണ്ടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നീങ്ങും. പുതിയ വണ്ടി അത്ര തന്നെ കിലോമീറ്റർ ഓടിയാൽ തന്നെ നമുക്ക് ആ ഒരു ഒഴുക്കിലേക്ക് പോവുള്ളൂ. അതായിരുന്നു വാസ്തവം. അപ്പോൾ ഇപ്പം മാർക്കറ്റിലെ വണ്ടികൾ, ഒരുവിധ വണ്ടികൾ 2013 വണ്ടികളെല്ലാം തന്നെ, അല്ല 10 മുതലുള്ള വണ്ടികൾ, ഒരുവിധ വണ്ടികളെല്ലാം തന്നെ, ഒരു വണ്ടികളൊക്കെ ചിലപ്പോൾ എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. കറക്റ്റായിട്ട് പ്രോപ്പർ വർക്ക് എടുത്ത വിഷയമൊന്നുമില്ല. വണ്ടികളെല്ലാം തന്നെ ഓടി തയമ്പിച്ച വണ്ടികൾ, എഞ്ചിൻ ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് വണ്ടികളുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ വല്ലാതെ യൂസൊന്നും ഇല്ലാതെ ഒരു 40, 50, 60 കിലോമീറ്റർ ഓടിയ നല്ല വണ്ടികളുണ്ട്. ആ വണ്ടികളും ഒക്കെ CI എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് കിട്ടും എന്നുള്ളതാണ്. അത്ര തന്നെ ഇല്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന പെർഫോമൻസ് ആ UCE സ്റ്റാൻഡേർഡിനും കിട്ടുന്നുണ്ട്. കാരണം ഡിസൈൻ വൈസ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് റെട്രോസ്റ്റൈൽ കീപ്പ് ചെയ്തൊരു വണ്ടിയാണ് UCE സ്റ്റാൻഡേർഡ്. അപ്പോൾ അതുകൊണ്ട് അതും നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഈ 2 വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് CI എഞ്ചിൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്രാങ്ക് വെയിറ്റിലെ വണ്ടി അതിനെ നോക്കിയെടുക്കാൻ നോക്കുക. കാരണം ഒരു CI എന്ന ഒരു പാഷനാണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ ഏത് വണ്ടി എടുക്കാം. അതല്ല അതിൻ്റെ ആ ഒരു പഞ്ച് എന്തായിരുന്നു റോയൽ എൻഫീൽഡ് എന്നുള്ളത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് G2 വണ്ടി അല്ലെങ്കിൽ B1, അതും അല്ലെങ്കിൽ 2005 മുതൽ 2005 ലാസ്റ്റ്, 2004 ലാസ്റ്റ് വരെ പ്രൊഡക്ഷൻ നല്ല ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. 2010 വരെ ആ വണ്ടി സെയിലുണ്ട്, ഫസ്റ്റ് വരെ. അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയെടുക്കുക. ആ മോഡൽ നോക്കിയെടുത്താൽ നിങ്ങൾക്ക് CI എഞ്ചിൻ എന്താ എന്നുള്ളത് എൻ്റെ ആ ഒരു അനുഭൂതി കിട്ടുള്ളൂ. ബാക്കിയുള്ള വണ്ടികളൊക്കെ സാധാ ഒരു ബുള്ളറ്റ് എന്നല്ലാതെ അതിൻ്റെ ആ ഒരു, പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സൈലൻസർ മാറ്റി വെച്ച് പൊട്ടിച്ചോടാന്നുള്ളതാണ്. അതിന് പോലീസ് ചെയ്യാണ്ട് ഫൈൻ ഇടാനൊന്നും പറ്റില്ല, കാരണം ആ കാലത്ത് സൈലൻസർ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു കാര്യമാണ്. അതല്ലാതെ എക്സോസ് നോട്ട് ബാക്കിയുള്ളപ്പം ഫൈൻ കിട്ടുമല്ലോ. മറ്റേ വണ്ടി നമുക്ക് CI എഞ്ചിനൊക്കെ ഫൈൻ കിട്ടുന്നതല്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സോസ് നോട്ട് നമ്മൾ ആസ്വദിച്ച് പോകാമെന്നുള്ള വാസ്തവം തന്നെയാണ് UCE എഞ്ചിന്, അല്ല CI എഞ്ചിന്. ഏത് മോഡൽ എടുത്താലും ക്രാങ്ക് വെയിറ്റ് ഉണ്ടെങ്കിലും ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്തതിനും കൂടി. പക്ഷേ സൗണ്ട് കേട്ടാൽ അറിയാം അത് ഹെവി ക്രാങ്കാണോ അല്ലേ എന്നുള്ളത്. ആ ഒരു ബാസി നോയ്സ് ആയിരിക്കും ഉണ്ടാവുക. മറ്റേ വേറൊരു തമ്പാണ് ഉണ്ടാവുക, മറ്റൊരു ബാസുള്ള ഒരു നോട്ടാണ് വരിക. ആ നോട്ട് വരുമ്പോൾ ഒക്കെ അറിയാം ഹെവി ക്രാങ്ക് വണ്ടിയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ തന്നെ ഒരു 30-35 സ്പീഡിൽ, ലോ സ്പീഡിൽ വണ്ടി പോകാനും പറ്റും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, CI എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് ടോപ്പ് ഗിയറിലായിട്ട് നിരന്ന റോഡിലൂടെ പോകുന്ന സമയത്ത് വണ്ടി ഇടിക്കാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് ഒരു 30-35 സ്പീഡിൽ, 30ൻ്റെ ചോട വരെ പോകുന്ന G2 വണ്ടി 30-35 സ്പീഡിലൊക്കെ 30-35ൻ്റെ അടിയിൽ ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകുന്നത് ഹെവി ക്രാങ്ക് വണ്ടിയാണ്. 30ൻ്റെ താഴോട്ട് പോകുന്ന G2 ആണ് വണ്ടി. അത് അതിനായിട്ട് ഇറക്കിയ വണ്ടിയാണ്. ഹൈ സ്പീഡ് കപ്പാസിറ്റി കുറവായിരുന്നു ആ കാലത്ത്. സ്റ്റാൻഡേർഡും അതേമാതിരി തന്നെ, UCE സ്റ്റാൻഡേർഡ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് പോകുന്നതാണ്. ഒരു 10 തോന്നുന്നു 30-35 സ്പീഡിൽ തന്നെ സ്റ്റാൻഡേർഡും ഒരു 10-40 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടികൾ പോവും. പക്ഷേ ഈ വണ്ടികളിങ്ങനെ ഈ വണ്ടി നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങളിതൊന്നും ഓടുന്നില്ല എങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് അതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത്, വീല് ടൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വീല് ബ്രേക്ക് ജാം ഉണ്ടോ, അല്ലെങ്കിൽ ട്യൂണിങ് ഔട്ടാണോ, അല്ലെങ്കിൽ കംപ്രഷൻ വീക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ രീതിയിലേക്ക് ആക്കിയെടുക്കാം. കാരണം ഈ വണ്ടി അങ്ങനെ തന്നെ ഓടുന്നൊരു വണ്ടിയാണ്. എന്തായാലും അത് നിങ്ങൾ വണ്ടി ഓടുന്നില്ല എങ്കിൽ അതിൻ്റെ സർവീസിൻ്റെ പ്രശ്നമാണ്. കറക്റ്റായിട്ട് പ്രോപ്പറായി സർവീസ് ചെയ്ത് കംപ്രഷൻ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലും വാൽവ് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഈ 2 വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് CI എഞ്ചിൻ സ്റ്റാൻഡേർഡ്, UCE സ്റ്റാൻഡേർഡ്. അപ്പോൾ UCE സ്റ്റാൻഡേർഡ് എടുക്കുന്ന ആളുകൾ BS3 ഉണ്ട്, BS4 ഉണ്ട്, BS6 ഉണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ കാലിൻ്റെ മുട്ടുവേദനയാണ് സ്റ്റാൻഡേർഡിന് പ്രശ്നം, അതിനും ഓപ്ഷൻ ഉണ്ട്. BS6ൽ സെൽഫ് സ്റ്റാർട്ട് വന്ന സ്റ്റാൻഡേർഡിന് ക്രാങ്ക് വെയിറ്റിൽ വണ്ടി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് BS6 സെലക്ട് ചെയ്യാവുന്നതാണ്. BS6 സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും മെയിൻ്റെനൻസ് എന്നുള്ള ഒരു വാസ്തവമാണ്. അത് മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോ ഒന്ന് പോയി എടുത്ത് കാണുക. കാരണം ഞാൻ അതിന് ബോറടിപ്പിക്കുന്നില്ല, പറഞ്ഞിട്ട് വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിക്കും. ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണുക. BS6 സെൽഫ് സ്റ്റാർട്ട് വേണം, സ്റ്റാൻഡേർഡ് ആവണം, ഓടിക്കാൻ അതിൻ്റെ ആ ലോ സ്പീഡിൽ ലോൻ്റെ ടോർക്ക് എനിക്ക് അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ BS6 350 ES ഇലക്ട്രിക് സ്റ്റാർട്ട് എടുക്കുക. അടിപൊളി വണ്ടിയാണ്. വണ്ടി കിലോമീറ്റർ നമ്മൾ 50-60 കിലോമീറ്ററൊക്കെ വണ്ടി റൂട്ട് കിടന്ന് ഒഴുകും. പക്ഷേ അതിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡേൺ ആയിട്ട് ടെക്നോളജി ഉള്ള വണ്ടിയാണ്. അതിനനുസരിച്ച് മെയിൻ്റെനൻസ് അതിന് വരുന്നുള്ളതാണ് വാസ്തവം. അതല്ല കാലിൽ മുട്ടുവേദന നിങ്ങൾക്ക് പ്രശ്നമില്ല എങ്കിൽ BS3 വണ്ടി എടുക്കാം, BS4 എടുക്കാം. ABS ഇല്ലാത്ത വണ്ടി എടുത്താൽ കുറച്ചുകൂടി മെച്ചമായിരിക്കും. ABSൻ്റെ ഒരു മെയിൻ്റെനൻസ് ചെലവ് ഹെവിയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയൊരു മെച്ചമാണ്. കാരണം ലോ ആൻഡ് ടോർക്ക് അനുഭവിച്ച് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമുക്ക് ABSൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ABS ഇല്ലാത്ത വണ്ടി നോക്കിയെടുക്കുക. ABSലെ വണ്ടി നോക്കിയെടുക്കുന്നതിനും കുഴപ്പമില്ല. ആ മോഡുലേറ്റർ നമ്മളൊന്ന് കെയർ ചെയ്യുക. മോഡുലേറ്ററിൻ്റെ വെള്ളം അടിക്കാതെ
വളരെ ഹൈ പ്രഷർ വാഷ് കയ്യിൽ നിന്ന് ഒഴിവാക്കുക. BS6 ആണെങ്കിൽ BS4 ആണെങ്കിൽ ABS ഉള്ള വണ്ടി ഹൈ പ്രഷർ വാഷ് ഒഴിവാക്കുക, വെള്ളം ഒഴുക്കി കളയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. BS3, BS4, BS6. പിന്നെ സ്റ്റാൻഡേർഡ് വന്നിട്ടുള്ള J സീരീസ് അതെല്ലാം സെയിമാണ്. J സീരീസിന് സ്റ്റാൻഡേർഡ് എടുത്താലും ക്ലാസിക് എടുത്താലും ഹണ്ടർ എടുത്താലും മെറ്റിയോർ എടുത്താലും എല്ലാ വണ്ടിക്കും സെയിം പെർഫോമൻസേ കിട്ടുള്ളൂ. അത് സ്റ്റാൻഡേർഡിന് പ്രത്യേക ക്രാങ്ക് വെയിറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അത് ബാലൻസ് വീൽ വരുന്ന ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ അത് ക്രാങ്ക് വെയിറ്റ് കൂട്ടാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ആരും ചോദിക്കുകയും വേണ്ട, അത് നടക്കില്ല. പിന്നെ അതേമാതിരി രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ BS6 വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടി ഒരു കാരണവശാലും സെൽഫ് സ്റ്റാർട്ട് വരുന്നത് ബേസിക് സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ട് വരുന്ന വണ്ടിയാർ സെൽഫ് സ്റ്റാർട്ട് തന്നെ നോക്കിയെടുക്കുക. സെൽഫ് സ്റ്റാർട്ടില്ലാത്ത വണ്ടി എടുത്തിട്ടെങ്കിൽ സെൽഫ് കയറ്റണം എന്ന് പറഞ്ഞാൽ RH എൻജിൻ കേസായി മാറ്റേണ്ടി വരും. കുറച്ച് ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് അത് നോക്കാതെ അത് പോസിബിൾ അല്ല എന്നല്ല, RH എൻജിൻ കേസ് തന്നെ മാറ്റിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ചിലവ് കൂടുതലായിരിക്കും. അതുകൊണ്ടെങ്കിൽ സെൽഫ് വേണമെന്നുള്ള ആളുകൾ ES എടുക്കുക. BS6 350 ES എടുക്കുക. അല്ലാത്തവർ കിക്ക് സ്റ്റാർട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ BS6 എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് ആക്സിലേറ്റർ കൊടുക്കരുത്, ആക്സിലേറ്റർ കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, ആക്സിലേഷൻ കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് രണ്ട് വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മഴ ആയതുകൊണ്ട് എനിക്ക് ഞാൻ വീഡിയോ ഒക്കെ ശരിക്കും ലൈവായിട്ട് കാണിച്ച് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം വീഡിയോ ഏതായാലും വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.